എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാസിൻ ബിൻ യൂസുഫ് അലി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് വയനാട്ടിലെ ഒരുപാട് പരമ്പരാഗതമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരുനെല്ലിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനും എൻ്റെ കൂടെ 20 പേരുണ്ട്. ഞങ്ങൾ ക്ലബ്ബിലെ മെമ്പർമാരുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പ്രഭാത കാഴ്ചകൾ ഇറങ്ങിയതാണ്. പലപ്പോഴും നമ്മൾ വയനാട് പോയി കാണുമ്പോൾ നമുക്ക് ബാണാസുര ടാങ്ക് അങ്ങനെ നിരവധി നിത്യ സന്ദർശകരെത്തുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമാണ് നമ്മൾ നിത്യമായിട്ട് പോയി സന്ദർശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വട്ടം കണ്ടവരെന്നെ പിന്നെയും പോയി കാണുന്നൊരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രഭാത കാഴ്ചയിലൂടെ കാണുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കാളിന്തി നദിയും അതിനു ചുറ്റുള്ള കർഷകരെയും അങ്ങനെ കുറച്ച് മനോഹരമായ കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. വളരെ മനോഹരമായ ഐതിഹ്യങ്ങളും പരമ്പരാഗതമായി നിൽക്കുന്ന വിശ്വാസങ്ങളും തിരുനെല്ലി ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ചരിത്രം ഒരുപാട് ഉറങ്ങുന്ന ഒരുപാട് ഗംഗാ നദിയൊക്കെ പോലെയുള്ള പുണ്യഭൂമി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മഹാവിഷ്ണു ക്ഷേത്രവും അതിനോടടുത്തുള്ള കാളിന്തി നദി, അതായത് കാവേരി പുഴയുടെ കൈവരിപ്പുഴയായ ഈ ക്ഷേത്ര പരിസരവും ഈ കാളിന്തി നദിയും അതിനോട് അടുത്തുള്ള നമ്മുടെ കർഷകരെ ഈ സമയത്ത് നമ്മൾ ഏറ്റവും ഓർക്കേണ്ട സമരമാണ്. നമുക്ക് അന്നം തരുന്ന കർഷകർ ഇന്ന് ഡൽഹിയിൽ വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കാർഷിക ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട്. അപ്പോൾ അവരുടെ കാഴ്ചകളും കർഷകരെങ്ങനെയാണ് കൃഷിയെ സ്വാധീനിക്കുന്നതും അതുപോലെ രാവിലെ പ്രഭാത കാഴ്ചകൾ എത്രമാത്രം മനോഹരമായി, ഇതൊന്നും അങ്ങനെ ആരും കാണൂല. നമ്മൾ പ്രധാനപ്പെട്ട 6 മണി നേരത്ത് വളരെ അടിപൊളിയായ സമയത്ത് നമ്മളൊരു 6 മണി മുതൽ ഏകദേശം ഒരു 8 മണി വരെ നമ്മൾ ഫുള്ള് ഒരു 4-5 കിലോമീറ്റർ ഗ്രാമപ്രദേശങ്ങളിലൂടെ, കുറേ സ്ഥലങ്ങളിലൂടെ ഗ്രാമപ്രദേശം, നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഗ്രാമപ്രദേശങ്ങളുണ്ടെങ്കിലും പക്ഷേ വയനാട്ടിലെ തിരുനെല്ലിയിലെ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരം ഒരു കാഴ്ചയാണ് കാളിന്തി നദി, അതുപോലെ ഈ ക്ഷേത്രം, അതുപോലെ കർഷകർ, നെൽവയലുകൾ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാലങ്ങൾ എന്ന് പറയുന്നത് കോടികൾ നിർമ്മിച്ചുള്ള പാലങ്ങൾ, അങ്ങനെ രസകരമായ ഒരുപാട് പാലങ്ങൾ കടന്നുള്ള യാത്രകൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രവും അതിനോട് ചുറ്റുമുള്ള പ്രദേശത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മളെല്ലാവരും കയറാൻ കൊതിക്കുന്ന ബ്രഹ്മഗിരി വരെ ഈ കാളിന്തി നദിയിൽ നിന്ന് നോക്കിയാൽ കാണും. അപ്പോൾ അത്തരം വിശേഷങ്ങളുമായാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. സാധാരണ ചെയ്യുന്ന പോലെ വീഡിയോക്കൊപ്പം തന്നെ ടോക്കില്ല, ഇതിൽ കുറേ കാഴ്ചകളാണ്. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാഴ്ച, മനോഹരമായ പ്രഭാത പുലരി കാഴ്ചകളിലേക്ക് തിരുനെല്ലി ക്ഷേത്രവും അതുപോലെ തന്നെ കാളിന്തി നദിയിലെയും വേള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഒരുപാട് രസകരമായ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒപ്പിയെടുത്ത കുറച്ച് കൂടുതൽ വീഡിയോകളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം.
ഞങ്ങൾ രാവിലെ പ്രഭാത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ തിരുനെല്ലി ക്ഷേത്രമല്ലേ, തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് ബ്രഹ്മഗിരി മലനിരകൾ, അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെയാണ് ഈ ദൈവവിശ്വാസത്തിലെ തിരുനെല്ലി ക്ഷേത്രത്തിലെ പുണ്യനദിയായ കാളിന്തിയിലൂടെ ഞങ്ങൾ ഉൾഗ്രാമങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് നമ്മുടെ ക്ലബ്ബിൽ കുറേ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനുള്ളത്, പ്രത്യേകിച്ച് തിരുനെല്ലി ക്ഷേത്രം. പിന്നെ ഞങ്ങൾ രാവിലെ ട്രൗസറൊക്കെ ഇട്ട് ഇറങ്ങിയതായതുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിലൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. ക്ഷേത്രം ഞങ്ങൾ ഇന്നലെ രാത്രി പോയി, വീഡിയോ നിർത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ കഴിഞ്ഞിങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു രാവിലത്തെ പ്രഭാത കാഴ്ച. ഒരു സൈഡിലോട്ട് നോക്കിയാൽ ബ്രഹ്മഗിരി മലനിരകളിൽ മഞ്ഞ് വീഴുന്ന കാഴ്ച, മറുഭാഗത്ത് കാളന്തിയിലെ തളിനീരൊഴുകുന്ന കാഴ്ച, ഒരു ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം മ്യൂസിക് മാത്രം വെച്ച് പുലർവേള കാഴ്ചകൾ മാത്രം നിങ്ങളുടെ കാണിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രവും ഇവിടുത്തെ നാടൻ ഉൾപ്രദേശങ്ങളിലെ സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സി യു.